ഞങ്ങളുടെ കാച്ചുവിന് 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവന് ഫുഡൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഫുഡൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ എന്താ എന്നിങ്ങനെ ഓർത്തിരുന്നു. അപ്പം എന്നാൽ ഹോസ്പിറ്റലിൽ പോയേക്കാം, വെച്ചോണ്ടിരിക്കേണ്ടെന്ന് ഓർത്ത് ഞങ്ങളിതാ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് അവനെ. പാടബാധയിലുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. വണ്ടിയിൽ ഞങ്ങളിത് വെളിയിൽ വെച്ചിട്ട് കുറച്ച് കയറിയിട്ട് അങ്ങ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവനെയും കൊണ്ട് നടക്കുക. അവിടെ ചെന്ന് ചീട്ടും ഒക്കെ എടുത്ത് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചേട്ടായി പറഞ്ഞിട്ട് ഞാൻ അവനെ അകത്തോട്ടുള്ളൊരു റൂമുണ്ട്, അവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്, ടേബിളിലോട്ട് അവനെ കൊണ്ടിരുത്താൻ പറഞ്ഞു ഡോക്ടർ വരുന്നേരത്തേക്ക്. അപ്പം ഞാൻ എന്താ അവനെയും കൊണ്ട് ടേബിളിൽ ഇരിക്കുന്നിടത്തേക്കും അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് നോക്കി. ഡോക്ടർ വയറൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഭയങ്കര ഒരു ഡിസ്കംഫോർട്ടായിട്ടാണ് ഇരിക്കണത്. പിന്നെ പാലൊന്നും കൊടുക്കണ്ട, ചോറ് കുറച്ചേ കൊടുക്കാവുള്ളൂ, വെള്ളം ഒത്തിരി കൊടുക്കുകയൊന്നും വേണ്ട, കുറച്ചായിട്ട് കൊടുക്കുക, ഫുഡ് കഴിക്കുന്നില്ല, കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ഇഞ്ചക്ഷന് മുമ്പായിട്ട് അവൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ടോ. വെയിറ്റൊക്കെ നോക്കാൻ അനങ്ങിയതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ മേഡം ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാനുള്ള മരുന്ന് എഴുതി തന്നു. ഞങ്ങളിത് വീട്ടിൽ വന്ന് അവനെ കൂടെ തുറന്ന് വിട്ടതും പാവം ഫുഡ് കഴിക്കുന്നിടത്തിട്ടാണ് ആദ്യം പോയത്. ഫുഡ് കഴിക്കുന്നിടത്ത് ചെന്നപ്പോഴത്തേക്കും അവൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ നാളെ അവനൊരു ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.